ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മള് മാതാവിന്റെ പള്ളിയിൽ വന്ന്. ഇത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇത് നമ്മുടെ യാങ്ലിയിലെ മാതാവിന്റെ പള്ളിയിൽ വന്നേക്കുന്ന കേട്ടോ. ഇത് വളരെ അത്ഭുതങ്ങളുള്ള ഒരു പള്ളിയാണ്. ഒരുപാട് മലയാളികളൊക്കെ വന്ന് അപേക്ഷയും എഴുതിയിടുന്ന ഒരു പള്ളി കൂടിയാണ്. അഡ്ലേഡിൽ വരുന്ന എല്ലാ വിശ്വാസികളും പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള എല്ലാവരും വരുന്നൊരു ചർച്ച കൂടിയാണ് കേട്ടോ. നമുക്ക് അകത്ത് പോയി കണ്ടാലോ? വായോ വായോ വായോ. ശാന്തിയും സമാധാനവും ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ചെറിയ പള്ളിയാണ് കേട്ടോ. വളരെ വളരെ ചെറിയൊരു പള്ളിയാണ്. പക്ഷെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളൊരു പള്ളിയാണ്. പണ്ട് ഒരു ആദിവാസി, ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പറയണത്, ഒരു ആദിവാസി സ്ത്രീക്കും ഒരു മകനും ഈ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് പുറത്തൊരു സ്ഥലത്താണ്, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അത് അഡിലേഡ് സിറ്റിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ദ ഷ്രൈൻ ഓഫ് അവർ ലേഡി എന്ന പേരുള്ള ഈ ആംഗ്ലിക്കൻ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. 1857 യാങ്കളില എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെയാവും എല്ലാവരും ഈ പള്ളിയെ യാങ്കളില മാതാവിൻ്റെ പള്ളി എന്നാണ് വിളിക്കുന്നത്. പുരാതനമായ പള്ളി എന്നതിനപ്പുറം ഈ പള്ളിക്ക് ഒരു ചരിത്രം കൂടിയുണ്ട്. അൽത്താരയിലെ ബാക്കിലെ ഭിത്തിയിൽ വൈറ്റ് നിറത്തിലുള്ളിടത്ത് 1994 മാതാവിൻ്റെ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. ഏകദേശം മാതാവ് ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പോലെ. അതിപ്പോൾ ഏകദേശം മാഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ വ്യക്തമായൊന്നും നമുക്കതിപ്പോൾ കാണാൻ കഴിയില്ല. പിന്നീട് ആ ചിത്രം ക്രൂശിതനായ ഈശോയെ മാതാവ് മടിയിൽ കിടത്തിയിരിക്കുന്നതായിട്ട് മാറി. ഒപ്പം ഈ വലിയ ചിത്രത്തിന് താഴെ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രവും മാതാവിനെ പ്രതിനിധീകരിച്ച് കണ്ടു എന്നാണ് ചരിത്രം. പിന്നീട് 2 വർഷത്തിനു ശേഷം അഡലേഡിലെ അഡ്വർടൈസറിൽ ഇതൊരു വലിയ വാർത്തയായി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ ഇവിടെ വരാൻ തുടങ്ങി. പിന്നീട് 1996 ഈ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. നീ കുട്ടി ഇവിടെ വന്ന് കത്തിച്ചോ. ഇവിടെ കത്തിച്ചോ, കത്തിച്ചോണ്ടേ ഇരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിട്ടാ സാക്കി. ഇനി കത്തിക്കാൻ പാടത്തെ മുടിയൊക്കെ സൂക്ഷിക്കേ. ഇത് ഉപകാരസ്മരണ എഴുതിയിടുന്ന ബുക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ഉപകാരസ്മരണയൊക്കെ എഴുതിയിടാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ നമ്മൾ അപേക്ഷയൊക്കെ എഴുതിയിടില്ലേ, അതുപോലെ ഇവിടെ നമുക്ക് അപേക്ഷയൊക്കെ എഴുതിയിടാനുള്ള സ്ഥലവും ഉണ്ട് കേട്ടോ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ഹന്നാവെള്ളം കാണിച്ചെന്നൊക്കെ അമ്മനെ കാണിച്ച ഹന്നാവെള്ളം. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ മാതാവ് ഒരു ആദിവാസി സ്ത്രീക്കും ഒരു മകനും പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു സ്ഥലത്താണെന്ന് പറയുന്നത് 2000 വർഷത്തിലാണ് കേട്ടോ അത് പ്രത്യക്ഷപ്പെട്ടത്. 6:40 PM ഏപ്രിൽ 24 2000. അതൊക്കെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്താണത്. അതുകൊണ്ടാണ് അവരെങ്ങനെ പ്രത്യേകം അതിന് മാറ്റി വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ മാതാവിന്റെ ചെറിയൊരു ഗ്രോട്ട ഉണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തൊക്കെയൊക്കെ മാറ്റങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ആളുകള് ഒരുപാട് വന്നുണ്ട്. ഒരു നല്ല സ്ഥലം കൂടിയാണ് കേട്ടോ. ഭയങ്കര കാമാൻ ക്വയറ്റാണ്. അപ്പം നമുക്ക് നല്ലോണം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. ഓരോരുത്തരും ഇവിടെ കണ്ടോ കൊന്തകളൊക്കെ കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആണോ? ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞങ്ങളിവിടെ എപ്പോഴും വരാറുണ്ടേ. ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡിലും ഉണ്ട് കുറെ കൊന്തകൾ. ഇങ്ങനെ ആൾക്കാർ ഓരോ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് തൂക്കി ഇങ്ങനെ ഇടുന്നതാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല കണ്ണ. അവിടെ എടുത്ത് വെക്കുക, കൊച്ചു നോക്കരുതേ. കൈകൂട്ടി പിടിച്ച് പ്രാർത്ഥിക്ക്. ഇങ്ങനെ മാതാവിന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, വലുതായിട്ട്. ഭയങ്കര നിശബ്ദതയാണ് എല്ലായിടത്തും. ഒരു ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ്സ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്കിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണാൻ പറ്റും. ചിലപ്പോൾ ചെറുതായിരിക്കും, വലിയ വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കാണാറില്ല. പക്ഷെ എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുത്താറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുരിശിൻ്റെ വഴി നടക്കണ പോലത്തെ ഉള്ള ഓരോ സ്ഥലങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് 2ാം സ്ഥലമാണ്. ഇങ്ങനെ അതുപോലെ തന്നെ അവരെല്ലായിടത്തും പള്ളിക്ക് ചുറ്റും ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കുരിശിൻ്റെ വഴി ചൊല്ലാനുള്ള സ്ഥലങ്ങളാണ് മോളെ. അതിന്റെ ഓരോ സ്ഥലത്തും നമ്മൾ കുരിശിൻ്റെ വഴി ചൊല്ലിയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈസ്റ്ററിന് മുമ്പായിട്ട്. അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളാണ് ഇവിടുത്തെ. ഇതാണ് പള്ളിയുടെ ഒരു സൈഡ് കേട്ടോ. എന്താ നീയാ? തമ്പായുടെ സ്റ്റോറിയും പറഞ്ഞു തന്നിട്ടില്ലേ? ഓരോ സ്ഥലത്ത് തമ്പായി വീണതൊക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ? അതാണ് ഇതൊക്കെ.
എനിക്ക് ഈ സ്ഥലത്ത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കാത്തും. കൊച്ചു പ്രാർത്ഥിച്ചാ? ആ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാ? ആ ഇതാണ് കേട്ടോ പള്ളിയുടെ ഫ്രണ്ട്. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ പള്ളി ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. 5 മണിയാകുമ്പോഴത്തേക്കും ഒരാൾ വന്ന് അടച്ചിട്ട് പോകും പള്ളി. അതുവരെ നമുക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ പള്ളിയിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പേ സാക്കിൻ ചെയ്താണ്ട് അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. സാക്കുട്ട വീട്ടിൽ പോണ്ടേ? വാ പോവാ നമുക്ക്. നല്ല സ്ഥലമുണ്ട് കേട്ടോ പള്ളിക്ക്. നല്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ചെറിയൊരു ഗ്രൗണ്ട്. ഓസ്ട്രേലിയയിലെ മാതാവിന്റെ പള്ളി എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ.